ഏബലിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച ഇപ്പോൾ വിദ്യാർത്ഥികൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. ഏബലിന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. പോലീസ് ഈ കേസ് നിസ്സാരമായി തള്ളിക്കളയുന്നുവെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. ഏബലിൻ്റെ ഫോണിൽ നിന്ന് മറ്റ് വിദ്യാർത്ഥിനികളുടെ അടക്കം അശ്ലീല ചിത്രങ്ങൾ കണ്ടെത്തിയിരുന്നു. പോലീസ് ഈ കേസ് നിസ്സാരമായി കണ്ട് തള്ളിക്കളയുന്നു എന്നാരോപിച്ചാണ് ഇപ്പോൾ വിദ്യാർത്ഥിനികൾ ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിക്കുന്നത്. SFI നേതാക്കളടക്കം ഇപ്പോൾ അവർക്ക് പിന്തുണയുമായി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. പോലീസുമായി വിദ്യാർത്ഥികൾ ഒരു തർക്കത്തിൽ ഏർപ്പെടുന്നതാണ് കാണുന്നത്. മൊഴി കൊടുക്കാനെത്തിയ വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്താൻ പോലും പോലീസ് തയ്യാറായില്ല എന്നാണ് നിലവിൽ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ആരോപണം. ഇപ്പോൾ വലിയൊരു പോലീസ് സന്നാഹത്തെ തന്നെ അവിടെ വിന്യസിച്ചിട്ടുണ്ട്. അഞ്ജു ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. അഞ്ജു, അവിടെ വലിയൊരു പോലീസ് സന്നാഹത്തെ തന്നെ വിന്യസിച്ചിട്ടുണ്ട്. നിരവധി വിദ്യാർത്ഥികൾ അങ്ങോട്ടേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ്. അതായത് മൊഴി കൊടുക്കാനെത്തിയ വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്താൻ പോലും പോലീസ് തയ്യാറായില്ല എന്നൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഏബലിനെതിരെ പോലീസ് കേസെടുക്കാൻ മടിക്കുന്നു എന്നൊരു ചോദ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട്. എന്താണ് നിലവിൽ അവിടുത്തെ സ്ഥിതി? അവധിക വലിയൊരു സംഘർഷ സാധ്യത തന്നെയാണ് ഇവിടെയുള്ളത്. പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ വലിയ രീതിയിലും ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഈ നിരവധി വിദ്യാർത്ഥികളാണ് ഇവിടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. തുടർന്നാണ് വലിയ രീതിയിലുള്ള പോലീസ് സേനയെ കൂടി ഇവിടേക്ക് വിന്യസിപ്പിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികൾ ഇവിടെ നിലവിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. വിദ്യാർത്ഥികളുടെ ആവശ്യമെന്ന് പറയുന്നത് ഏബലിനെതിരെ നിരവധി വിദ്യാർത്ഥികൾ പരാതി നൽകാനും മൊഴി നൽകാനും തയ്യാറാണ്. ഇവരുടെ എല്ലാവരുടെയും പരാതി രേഖപ്പെടുത്തി മൊഴി രേഖപ്പെടുത്തണമെന്ന് മാത്രമാണ് ഈ വിദ്യാർത്ഥികളുടെ ആവശ്യം. പക്ഷേ അത് പോലീസ് അത് ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നുള്ളിടത്താണ് ഇവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും അവിടെ വിദ്യാർത്ഥി നേതാക്കൾ അടക്കം എത്തിയിട്ടുണ്ട്. SFIയുടെ ഭാഗത്ത് നിന്ന് സഞ്ജീവും അതുപോലെ തന്നെ ശിവപ്രസാദും അടക്കമുള്ള നേതാക്കൾ എത്തിയിട്ടുണ്ട്. ഈ വിദ്യാർത്ഥികളുടെ പരാതി കൃത്യമായി തന്നെ കേട്ട് വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറാകണമെന്നുള്ള ആവശ്യമാണ് നിലവിൽ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. അതിന് പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ വിദ്യാർത്ഥികളോട് സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നൊരു കാര്യമുണ്ട്, അസമയമായിരിക്കുന്നു, അതുകൊണ്ട് തന്നെ മൊഴിയെടുക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി പോലീസ് പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ഒരു പരാതി നൽകുന്നത്. ഈ മെഡിക്കൽ കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിയായ ഏബലിനെതിരെയാണ്. ഏബലിന്റെ ഫോണിൽ ഇത്തരത്തിൽ നിരവധി വിദ്യാർത്ഥികളുടെ മോർഫ് ചെയ്ത ചിത്രങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും കൃത്യമായി തന്നെ പരാതി നൽകുകയും മൊഴി നൽകുകയും ചെയ്യുന്നു. തുടർന്നാണ് ഏബലിനെ പോലീസ് ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്യുകയും ഏബലിനെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. പക്ഷേ ഏബലിനെ അവിടെ വെച്ച് ജാമ്യം നൽകുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. അതിൽ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത് കൃത്യമായി തന്നെ ചെറിയ വകുപ്പുകൾ മാത്രമാണ് ഏബലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഏബലിന് ജാമ്യം കിട്ടാത്തൊരു കേസാണിത്. നിരവധി വിദ്യാർത്ഥികൾ, ജൂനിയർ വിദ്യാർത്ഥികളുടെയും സീനിയർ വിദ്യാർത്ഥികളുടെയും അടക്കം നിരവധി വിദ്യാർത്ഥികളെയാണ് മോശമായി ഏബൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കാത്തൊരു കുറ്റമാണ്. ഒരുപാട് പേരുടെ പരാതിയുണ്ട്. അതിട്ട് പോലീസ് എന്തുകൊണ്ട് ഇത്രയും ചെറിയ പരാതികൾ നൽകിക്കൊണ്ട് ഇത്തരത്തിൽ ഈ ഏബലിന് ജാമ്യം നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് കേസിനെ എത്തിച്ചു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഈ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നുണ്ട്. ഇന്ന് വിദ്യാർത്ഥികൾ ഇവിടെ മൊഴി നൽകാനാണ് എത്തിയത്. ഈ പരാതിക്കാരികൾ ഉൾപ്പെടെ, പരാതിയുമായി എത്തിയ പെൺകുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ ഇവിടെയുണ്ട്. ഇവരോട് കൂടി അകത്തേക്ക് കയറ്റി ഒരു ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നുള്ള ഒരു ആവശ്യം കൂടി വിദ്യാർത്ഥികൾ ഒരു ഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു. പക്ഷേ വിദ്യാർത്ഥികൾ അതിന് ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് അതിന് തയ്യാറായില്ല. വിദ്യാർത്ഥികളെ അകത്തേക്ക് കയറ്റി ചർച്ചയ്ക്ക് തയ്യാറാകാത്തൊരു സ്ഥിതി ഉണ്ടായി. 10 മണിക്കാണ് ഈ വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയത്. 11 മണിക്ക് ശേഷം മാണ് വിദ്യാർത്ഥികളുമായി ഒരു ചർച്ചയ്ക്ക് പോലും പോലീസ് തയ്യാറായിട്ടുള്ളത്. കാരണം അത്രത്തോളം നേരം ഇവിടെ വലിയ രീതിയിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. എന്നിട്ട് പോലും മൊഴിയെടുക്കാൻ പോലും വിദ്യാർത്ഥികളുടെ മൊഴിയെടുക്കാനോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നം കേൾക്കാനോ പോലും പോലീസ് തയ്യാറാകാത്ത ഒരു സ്ഥിതിയുണ്ടായി. ാണ് നിരവധി വിദ്യാർത്ഥികൾ ഇവിടേക്ക് സംഘടിച്ചിരുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇവരുടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു. തുടർന്ന് വലിയ രീതിയിലുള്ള പോലീസ് സേനയും ഇവിടെ വിന്യസിക്കുകയുണ്ടായി. പോലീസുമായി ഒരു ഘട്ടത്തിൽ വിദ്യാർത്ഥികൾ ഉള്ളും തള്ളും അടക്കം ഉണ്ടാകുന്ന ഒരു സ്ഥിതിയിലേക്ക് അടക്കം എത്തി. വിദ്യാർത്ഥികളുടെ ആവശ്യം എന്ന് പറയുന്നത് ഏബലിനെതിരെ കൃത്യമായ തെളിവുകളും മൊഴികളും നൽകാൻ അവർ തയ്യാറാണ്. അത് പോലീസ് രേഖപ്പെടുത്തണമെന്ന ഒരു ആവശ്യം മാത്രമാണ് അവർക്കുള്ളത്. പക്ഷേ അത് പോലീസ് രേഖപ്പെടുത്താത്തത് കൊണ്ടാണ് ഇവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നത്. മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം ഇവിടെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ആരാഞ്ഞിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ 3 പേരുമായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരകത്ത് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥ ഈ പോലീസ് സ്റ്റേഷന് മുൻപിലുണ്ട്. വിദ്യാർത്ഥികളും
പോലീസുകാരും തമ്മിലാണ് വലിയ രീതിയിലുള്ള സംഘർഷമാകുന്നത്. വിദ്യാർത്ഥികൾ ഈ പോലീസുകാർ ഇവിടുന്ന് പുറകോട്ട് മാറണം, ഗോ ബാക്ക് മുദ്രാവാക്യങ്ങളടക്കം വിദ്യാർത്ഥികൾ മുഴക്കുന്നുണ്ട്. ഒരു സൈഡിൽ വിദ്യാർത്ഥികൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നുണ്ടെങ്കിൽ മറു സൈഡിൽ വിദ്യാർത്ഥികൾ നിന്നുകൊണ്ട് അവരുടെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവരുടെ ആവശ്യം ഈ ഏബലിനെതിരെ കൃത്യമായി നടപടിയെടുക്കണമെന്നാണ്. അവരുടെ ഓരോരുത്തരുടെയും പരാതി രേഖപ്പെടുത്തണം, ആ പരാതിയിൽ മേൽ മൊഴിയെടുക്കണം, ആ മൊഴി നൽകാൻ അവർ തയ്യാറാണ്. അവർക്കങ്ങനെ അസമയമെന്നോ അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് വരാനുള്ള അവർക്കൊരു ബുദ്ധിമുട്ടും അവർ പറയുന്നില്ല. പോലീസാണ് ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ മൊഴി നൽകാൻ അവർ തയ്യാറാണ്. എത്രയും വേഗം പോലീസ് മൊഴിയെടുത്ത് ഏബലിനെതിരെ നടപടിയെടുക്കണമെന്നുള്ളൊരു ആവശ്യമാണ്. നിലവിൽ ഒരു കേസ് മാത്രമാണ് ഏബലിനെതിരെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏബലിന് ജാമ്യം ലഭിച്ചു. പക്ഷേ നിരവധി പരാതികളുണ്ട്. ഈ നിരവധി പരാതികൾ മേൽ ഏബലിനെ നേരെടുത്താൽ ഏബലിന് ജാമ്യമില്ലാ വകുപ്പിലേക്ക് അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്താൻ കഴിയും. നിസ്സാരമായ വകുപ്പുകൾ ചുമത്തി വലിയൊരു ക്രിമിനൽ സ്വഭാവത്തിലേക്ക് പോയൊരു കേസാണിത്. കാരണം നിരവധി വിദ്യാർത്ഥികളുടെ ഫോട്ടോ ഇത്തരത്തിൽ പറയുന്നത് പോലും വലിയ പ്രശ്നമാണ്. ഇവിടെ വരുന്ന വിദ്യാർത്ഥികളടക്കം അതാണ് പറയുന്നത്. ഞങ്ങളുടെയൊക്കെ ഫോട്ടോ ഏബലിന്റെ ഫോണിലുണ്ട്, അതുകൊണ്ടാണ് താങ്കൾ ഇവിടേക്ക് എത്തുന്നത്, വലിയ രീതിയിൽ തങ്ങൾ പ്രതിഷേധിക്കുന്നത്, അത്രയും മോശമായി തങ്ങളെ സ്വീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ഇയാൾക്കെതിരെ കൃത്യമായ നടപടിയെടുക്കണമെന്ന് തന്നെയാണ് ഇവരുടെ ആവശ്യം. പക്ഷേ എന്തുകൊണ്ടാണ് പോലീസ് ഈ ഏബലിനെ സംരക്ഷിക്കുന്നത് എന്ന കാര്യത്തിലാണ് നമുക്കിപ്പോഴും ഒരു അവ്യക്തതയുള്ളത്. പോലീസ് ഒരു നിഷ്ക്രിയമായ ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഈ വിദ്യാർത്ഥികളോടക്കം ഒരു നിഷ്ക്രിയമായ ഒരു സമീപനമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ഇത്രയും വിദ്യാർത്ഥികൾ ഇവിടെ കൂടുമ്പോൾ എന്താണ് അവരുടെ പ്രശ്നമെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നം കൃത്യമായി തന്നെ നമ്മൾ കേൾക്കാമെന്നോ പരിഹരിക്കാമെന്നോ അല്ലെങ്കിൽ അതിൽ ഇടപെടാമെന്നോ ഒന്നുമുള്ളൊരു കാര്യം പോലീസ് പറയുന്നില്ല. മറിച്ച് പോലീസ് വിദ്യാർത്ഥികളെ തള്ളിക്കളയുന്ന അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളെ പോലും പരിഗണിക്കാത്ത തരത്തിലുള്ള ഒരു പെരുമാറ്റത്തിലേക്കാണ് പോലീസിനെ പോയത്. ഇതാണ് വിദ്യാർത്ഥികളെ പ്രകോപിപ്പിക്കാൻ അടക്കം കാരണമായത്. പോലീസ് ചർച്ചയ്ക്ക് ഒരു ഘട്ടത്തിൽ തയ്യാറായെങ്കിൽ പോലും അവർ ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ ഭാഗത്ത് പരാതിയുമായി എത്തിയ വിദ്യാർത്ഥികളുണ്ട്, അപ്പോൾ അവരുമായി ചർച്ച നടത്തണമെന്നുള്ള ആവശ്യമാണ് വിദ്യാർത്ഥികൾ രേഖപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ SFI നേതാക്കൾ ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട്. PS സഞ്ജീവും അതുപോലെ തന്നെ ശിവപ്രസാദും എത്തിയിട്ടുണ്ട്. ഇവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയൊരു പ്രശ്നത്തിലേക്ക് പോകാതെ ഈ വിദ്യാർത്ഥി നേതാക്കൾ തന്നെ ഇവിടെ എത്തി കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ ഇടപെടുന്നുണ്ട്. ഏതായാലും ഒരു സംഘർഷ സാധ്യത ഇവിടെ നിലനിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് അവന്തിക. നിലവിൽ കൂടുതൽ പോലീസുകാരെ കൂടി ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണുള്ളത്. നിരവധി വിദ്യാർത്ഥികൾ ഓരോ നിമിഷവും നിരവധി വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് എത്തുന്ന ഒരു സ്ഥിതിയുണ്ട്. പോലീസിനെതിരെ ഗോ ബാക്ക് മുദ്രാവാക്യങ്ങൾ അടക്കം ഇവർ വിളിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷന്റെ ഒരു സൈഡിൽ കുറച്ച് വിദ്യാർത്ഥികൾ ഈ തറയിലിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. അവന്തിക, അഞ്ജു, ഈ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം എന്താണ്? നിലവിൽ ഏബൽ ഇപ്പോൾ എവിടെയാണ്? അവന്തിക, നിലവിൽ ഏബലിനെതിരെ ഒരു കേസ് ഇന്നലെ രജിസ്റ്റർ ചെയ്യുകയും അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇയാളെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ഹൈക്കോടതിയിൽ നിന്നാണ് ഏബലിന് ജാമ്യം അനുവദിച്ചത്. തുടർന്നാണ് ഈ വിദ്യാർത്ഥികൾ ഇവിടേക്ക് എത്തുകയും തങ്ങളുടെ പരാതി കൂടി രേഖപ്പെടുത്തണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്തത്. കാരണം അത്രയും വലിയ ക്രിമിനൽ പശ്ചാത്തലത്തിൽ ക്രിമിനൽ കുറ്റം ചെയ്ത ഒരു വിദ്യാർത്ഥിക്കെതിരെ നിസ്സാരമായ കുറ്റങ്ങൾ മാത്രം ചുമത്തിയത് കൊണ്ടാണ് ഇത്തരത്തിൽ അയാൾക്ക് ജാമ്യം വെച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പരാതി കൂടി രേഖപ്പെടുത്തണം പറഞ്ഞാണ് ഇവിടെ വിദ്യാർത്ഥികൾ എത്തിയത്. പക്ഷേ ആ വിദ്യാർത്ഥികളോട് പോലീസ് എടുത്ത സമീപനത്തിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ആ വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറാകാത്തിടത്താണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. നിലവിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് അറിയിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ഓരോരുത്തരുടെയും പരാതി ഓരോ FIR ആയി രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. പകരം പഴയ ആ ഒരു കേസിനകത്ത് ഈ കുട്ടികളുടെ മൊഴി കൂടി ഇതുപോലെ സമാന രീതിയിൽ അനുഭവമുള്ള വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ പരാതി നൽകാം എന്ന് കൂട്ടിച്ചേർക്കാമെന്ന് മാത്രമാണ് പോലീസ് ഈ വിദ്യാർത്ഥികൾ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ വിദ്യാർത്ഥികളുടെ ആവശ്യം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ പരാതി രേഖപ്പെടുത്തണം, അതുപോലെ തന്നെ കൃത്യമായി തന്നെ ഓരോരുത്തരുടെ മൊഴിയും രേഖപ്പെടുത്താൻ തയ്യാറാവണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. അത് പോലീസ് ഇതുവരെയും അതിന് തയ്യാറായിട്ടില്ല. നിലവിൽ എന്തായാലും വിദ്യാർത്ഥികൾ ഇവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉന്നയിക്കുന്നുണ്ട്. അത് മാത്രമല്ല പോലീസ് മാപ്പ് പറയണമെന്നടക്കമുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികൾ മുദ്രാവാക്യമായി ഉയർത്തുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്ന് വിദ്യാർത്ഥികൾക്ക് നീതി നഷ്ടപ്പെട്ടിട്ടുണ്ട്, നീതി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസ് നീതി പാലിക്കുക, അതുപോലെ തന്നെ പോലീസ് മാപ്പ് പറയണം, വിദ്യാർത്ഥി സമൂഹത്തോട് മാപ്പ് പറയണമെന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് അറിയിക്കുന്നുണ്ട്. അവന്തിക.